ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. ഇനി തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ. പുറത്തൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നണി പോരാളി KV സുധാകരനാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. 5 തവണകളായി 27 വർഷക്കാലമാണ് ജനപ്രതിനിധിയായി പ്രവർത്തിച്ചത്. ഇതിൽ 22 വർഷവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഓർമ്മകളാണ് പങ്കുവയ്ക്കുന്നത്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്ത് KV സുധാകരൻ സജീവമാകുന്നത്. DYFI ഭാരവാഹിയായും പിന്നീട് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി, ദീർഘകാലം ലോക്കൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. തിരൂർ എടപ്പാൾ ഏരിയ വിഭജിച്ച് പുതുതായി രൂപീകരിച്ച തവനൂർ ഏരിയ കമ്മിറ്റിയുടെ പ്രഥമ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. SSLC പാസ്സായതിനു ശേഷം ഇവിടെ യുവജന സംഘടന അന്ന് KSYF ആണ്. അതിൻ്റെ ഇവിടുത്തെ യൂണിറ്റിൻ്റെ ഭാരവാഹിയായി സെക്രട്ടറി ആയിട്ടാണ് പ്രവർത്തനം തുടങ്ങിയത്. അതിനുശേഷം പിന്നീട് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായും ലോക്കൽ കമ്മിറ്റി അംഗമായും ലോക്കൽ സെക്രട്ടറിയായി ഒരു 13 വർഷക്കാലം ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് പാർട്ടി ഏരിയയിലെ സെൻറ്റർ അംഗമായി തിരൂർ ഏരിയ കമ്മിറ്റി ആയിരിക്കുമ്പോൾ അവിടെയും, ഇവിടെ വിഭജനത്തിന് ശേഷം തവനൂർ ഏരിയ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നു. 1988 ആദ്യമായി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. തുടർന്ന് 27 വർഷം ഗ്രാമപഞ്ചായത്ത് അംഗമായും ഇതിൽ 22 വർഷം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചു. 1988 ജനുവരി മാസത്തിൽ നടന്നിട്ടുള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി മത്സരിക്കുന്നത്. പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ്, ഇപ്പോൾ നമ്മുടെ വീടൊക്കെ നിൽക്കുന്ന പ്രദേശത്തെ അന്ന് 7ാം വാർഡാണ്. ആ വാർഡിൽ നിന്നാണ് മത്സരിച്ചത്. ആദ്യത്തെ ടേബിൾ തന്നെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി. തുടർന്ന് 85 വരെ 88 മുതൽ 95 വരെയുള്ള 7 വർഷക്കാലം വൈസ് പ്രസിഡൻ്റായി കഴിഞ്ഞതിന് ശേഷം 95 പഞ്ചായത്ത് രാജ് നിയമം വന്ന് നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, 95 മുതൽ 2000 വരെയുള്ള ടേമിൽ മത്സരിച്ചിട്ടില്ല. ആ സമയത്ത് നമ്മുടെ ജനകീയാസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ചതിൻ്റെ ഭാഗമായി ജില്ലാ റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിക്കുകയും പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളിലൊക്കെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ പോലെ തന്നെ ഇടപെട്ടുകൊണ്ട് ജനകീയാസൂത്രണ പരിപാടി വിജയിപ്പിക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പുറത്തൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിൽ പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് സുധാകരൻ. പോസ്റ്റ് ഓഫീസ് ജീവനക്കാരിയായ രാധയാണ് ഭാര്യ. 2 പെൺകുട്ടികളാണുള്ളത്. സജ്ന സ്റ്റാഫ് നഴ്സായി പുറത്തൂർ CHSയിലും സബ്ന ഫാർമസിസ്റ്റായും പ്രവർത്തിക്കുന്നു. പുറത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ഗ്രാമീണ റോഡുകൾ ഒരു കാര്യമായി ഈ പ്രദേശത്തെ മുഴുവൻ ഭൂരിഭാഗം ഭൂമിയും പൊന്നാനി പ്രദേശത്തുള്ള ഭൂവുടമകളതായിരുന്നു. ഇവിടെയുള്ള ധാരാളം ആളുകൾ കുടികിടപ്പുകാരുമായിരുന്നു. അവരുടെ ഭൂമിയിൽ വീട് വെച്ച് താമസിച്ചിരുന്നവരാണ്. അവർക്ക് കുടികിടപ്പ് നിയമം വന്നതിന് ശേഷം 10 സെൻറ്റ് പതിച്ച് കിട്ടിയ കുടികിടപ്പ് ഭൂമി പതിച്ച് കിട്ടിയ ആളുകൾക്ക് അവരുടെ വീട്ടിലേക്ക് വരാൻ വഴിയോ സൗകര്യങ്ങളോ, ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിലൂടെ കാണുന്ന വഴിയിലൂടെയൊക്കെ നടക്കുക എന്ന രീതിയിലേക്കുള്ള സ്ഥിതിയായിരുന്നു. റോഡുകളും നടപ്പാതകളൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ജനകീയാസൂത്രണ പദ്ധതി വന്നതിന് ശേഷം. അതിനു മുമ്പ് MLAമാരും മന്ത്രിമാരും ഭരണത്തിൽ സ്വാധീനമുള്ള ആളുകളും കേന്ദ്രീകരിക്കുന്ന ഭാഗങ്ങളിലാണ് വലിയ തോതിലുള്ള വികസനം നടക്കുക. താഴെ പ്രദേശങ്ങൾ, നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക്, അതുപോലുള്ള ജനപ്രതിനിധികളൊന്നും ഇല്ലാത്ത പ്രദേശങ്ങളിലേക്ക് പഞ്ചായത്തിൻ്റെ ഗ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് സർക്കാർ തരുന്ന സഹായധനമാണ് അവിടെ അന്ന് ഉണ്ടായിരുന്നത്. തൊഴിൽദാന പദ്ധതിയായിട്ടുള്ള RLEGP, NREP തുടങ്ങിയുള്ള ബ്ലോക്ക് സ്കീമുകളിലൂടെ ചെറിയ ചെറിയ റോഡുകളൊക്കെ ഗ്രാമപ്രദേശത്ത് നിർമ്മിച്ചിരുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. പിന്നീട് ജനകീയാസൂത്രണ പദ്ധതി വന്നതിന് ശേഷം ജനസംഖ്യാനുപാതികമായി ഫണ്ട് ലഭ്യമായി തുടങ്ങി. അപ്പോൾ നമുക്ക് തന്നെ എവിടെയാണോ കൂടുതൽ പ്രശ്നങ്ങളുള്ളത് ആ പ്രദേശം മനസ്സിലാക്കി നമുക്ക് വികസന കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞു.